ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിന് കേരള പാഠാവലിയിൽ നാളത്തെ ഓണപരീക്ഷ മോഡൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കേട്ടോ. അപ്പോൾ നാളത്തെ എക്സാമിന് നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം അല്ലേ. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. ലോകത്തെ ഏറ്റവും വലിയ പാഠപുസ്തകമാണ് യാത്രകൾ. അടച്ചുപൂട്ടിയ മുറികളിലിരുന്ന പുസ്തകങ്ങളിലൂടെ ലഭിക്കുന്നതിനേക്കാൾ വലിയ അറിവുകൾ നേരിൽ കണ്ടും അനുഭവിച്ചും പഠിക്കാൻ യാത്രകളിലൂടെ സാധിക്കും. ഒരു നാടിൻ്റെ സംസ്കാരം, ഭാഷ, ഭക്ഷണരീതികൾ, ഭൂപ്രകൃതി എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാൻ അവിടേക്ക് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ല വഴി. പണ്ട് കാലത്ത് യാത്രാ സൗകര്യങ്ങൾ കുറവായിരുന്നതിനാൽ ആളുകൾ അധികം ദൂരയാത്രകൾ ചെയ്തിരുന്നില്ല. എന്നാൽ ഇന്ന് വാഹന സൗകര്യങ്ങൾ വർദ്ധിച്ചതോടെ ലോകത്തിൻ്റെ ഏത് കോണിലും വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ നമുക്ക് കഴിയും. കേവലം വിനോദത്തിന് വേണ്ടി മാത്രമല്ല, പുതിയ കാര്യങ്ങൾ പഠിക്കാനും അനുഭവങ്ങൾ നേടാനുമാകണം നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ഓരോ യാത്രയും നമുക്ക് നൽകുന്നത് ഒരിക്കലും മറക്കാനാവാത്ത പുതിയ പാഠങ്ങളും ഓർമ്മകളുമാണ്. ഇനി ശരി തെറ്റ് അടയാളപ്പെടുത്താനാണ്. അതിലൊന്നാമത്തേത്, ലോകത്തെ ഏറ്റവും വലിയ പാഠപുസ്തകമാണ് യാത്രകൾ. അത് ആ പാരഗ്രാഫിൽ നമ്മളിപ്പോൾ വായിച്ചു അല്ലേ. അപ്പോൾ ശരിയാണ്. പിന്നെ വിനോദത്തിന് വേണ്ടി മാത്രമേ ആളുകൾ യാത്ര ചെയ്യാവൂ. അപ്പോൾ അത് തെറ്റല്ലേ. എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? കേവലം വിനോദത്തിന് വേണ്ടി മാത്രമല്ല, പുതിയ കാര്യങ്ങൾ പഠിക്കാനും അനുഭവങ്ങൾ നേടാനുമാകണം നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത്തേത് തെറ്റ്, ഒന്നാമത്തേത് ശരി. അപ്പോൾ നിങ്ങൾക്കിത് രണ്ടും തന്നിട്ട് താഴെ 1ഉം 2ഉം ശരി, അല്ലെങ്കിൽ 1 ശരി 2 തെറ്റ് അങ്ങനെ തരുമ്പോൾ നിങ്ങൾ ആ രീതിയിലും എഴുതാൻ പഠിക്കണം കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, ഒരു നാടിൻ്റെ സംസ്കാരവും ഭാഷയും നേരിട്ട് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല വഴി ഏതാണ്? അവിടേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 2-3 ഓപ്ഷൻ തന്നിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും തരൂ കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, പണ്ട് കാലത്ത് ആളുകൾ അധികം യാത്രകൾ ചെയ്യാതിരുന്നതിന് കാരണമായി ഖണ്ഡികയിൽ പറയുന്നത് എന്താണ്? അന്ന് യാത്രാ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട്. നാലാമത്തെ ചോദ്യം, ഖണ്ഡിക പ്രകാരം യാത്രകൾ നമുക്ക് നൽകുന്നത് എന്തെല്ലാമാണ്? ഉത്തരം, പുതിയ പാഠങ്ങൾ, ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകൾ. അഞ്ചാമത്തെ ചോദ്യം, ഇന്നത്തെ കാലത്ത് ലോകത്തിൻ്റെ ഏത് കോണിലും എളുപ്പത്തിൽ എത്തിച്ചേരാൻ നമ്മെ സഹായിക്കുന്നത് എന്താണ്? ഉത്തരം, വാഹന സൗകര്യങ്ങൾ വർദ്ധിച്ചത്. പ്രവർത്തനം 2, വിവരണം എഴുതുക. ഒന്നാമത്തേത്, വീട്ടിലോ വിദ്യാലയത്തിലോ യാത്രകൾക്കിടയിലോ നിങ്ങൾ മനോഹരമായ പൂന്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടാകും. പല നിറങ്ങളിലുള്ള പൂക്കളും ശലഭങ്ങളും കിളികളുമൊക്കെ നിങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചിട്ടുമുണ്ടാകാം. നിങ്ങൾ കണ്ട ഒരു പൂന്തോട്ടത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. ഉത്തരം, മനോഹരമായ പൂന്തോട്ടം. ഞാനൊരു ദിവസം വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ മനോഹരമായ ഒരു പൂന്തോട്ടം കണ്ടു. അവിടെ പല നിറങ്ങളിലുള്ള പൂക്കൾ വിരിഞ്ഞു നിന്നിരുന്നു. ചുവന്ന റോസാപ്പൂക്കളും മഞ്ഞ ചെണ്ടുമല്ലികളും വെള്ള മല്ലികപ്പൂക്കളും പൂന്തോട്ടത്തിന് കൂടുതൽ ഭംഗി നൽകി. പൂക്കളിൽ പല നിറങ്ങളിലുള്ള ശലഭങ്ങൾ പറന്നു നടന്നു. മരച്ചില്ലകളിലിരുന്ന് കിളികൾ മധുരമായി പാടുന്നുണ്ടായിരുന്നു. പൂക്കളുടെ സുഗന്ധം മനസ്സിന് സന്തോഷം നൽകി. ആ മനോഹരമായ പൂന്തോട്ടം എൻ്റെ മനസ്സിൽ എന്നും മായാതെ നിൽക്കും. ഇതുപോലെ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മക്കൾ കണ്ട ഒരു പൂന്തോട്ടത്തെക്കുറിച്ചിട്ട് ഒരു വിവരണം എഴുതാട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഒരു നാട്ടുപൂവിൻ്റെ പേരെഴുതുക. ഞാനിവിടെ കുറച്ച് നാട്ടുപൂക്കളുടെ പേര് കൊടുത്തിട്ടുണ്ട്. മക്കൾ ഒരു 3-4 പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഉത്തരം, മുക്കുറ്റി, കൃഷ്ണകിരീടം, കാക്കപ്പൂവ്, അരളിപ്പൂവ്, കണിക്കൊന്ന, ചെമ്പരത്തി, തുമ്പപ്പൂവ്. പ്രവർത്തനം 3, മഴ വന്നപ്പോൾ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ നോക്കൂ. എണ്ണ കണ്ടു മാമലകൾ, പണക്കാരായി പറമ്പുകൾ, മരുന്നുവെച്ചു മുറികൾ കെട്ടി, വെട്ടേറ്റ കാടുകൾ. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം മഴ പെയ്തപ്പോൾ പ്രകൃതിക്കുണ്ടായ മാറ്റം പി. കുഞ്ഞിരാമൻ നായർ വർണ്ണിച്ചിരിക്കുന്നത് വായിച്ചല്ലോ. ആദ്യമായി വേനൽ മഴ പെയ്തപ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റും എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി? ആ മാറ്റങ്ങളെക്കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കൂ. ഉത്തരം, പി. കുഞ്ഞിരാമൻ നായരുടെ കാലവർഷമേ നന്ദി എന്ന കവിതയിലെ വരികളാണിവ. മഴ കൊണ്ടുവന്ന മാറ്റങ്ങൾ വർണ്ണിക്കുകയാണ് കവി.
മഴ കിട്ടാതെ കുളിയില്ലാതെ കഴിഞ്ഞ മലകൾ എണ്ണ തേച്ചു കുളിച്ചതുപോലെ കാണപ്പെട്ടു എന്നാണ് മാമലകൾ എണ്ണ കണ്ടു എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത്. ഉണങ്ങി വരണ്ടു കിടന്ന പറമ്പുകൾ മഴയെത്തിയപ്പോൾ പൊതുനാമ്പുകൾ കൊണ്ട് സമൃദ്ധമായതിനെയാണ് സമ്പന്നരായി എന്ന് പറഞ്ഞിരിക്കുന്നത്. വെട്ടേറ്റു കിളികൾ മാത്രമായ മരങ്ങൾ മഴ പെയ്താൽ വീണ്ടും തളിർത്തതിനെ വെട്ടേറ്റ കാടുകൾ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടി എന്നാണ് കവി വർണ്ണിക്കുന്നത്. പ്രവർത്തനം 4. ഒരു മഴയനുഭവം എഴുതുക. ഒരു ദിവസം വൈകുന്നേരം ഞാൻ കോലായിലിരിക്കുമ്പോൾ ആകാശം പെട്ടെന്ന് കറുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. തണുത്ത കാറ്റും ഇടയ്ക്കിടെ ഇടിമിന്നലും ഉണ്ടായിരുന്നു. ഞാൻ ജനലിലൂടെ മഴ നോക്കി നിന്നു. മഴത്തുള്ളികൾ മുറ്റത്തും ചെടികളിലും വീണു. മഴ പെയ്തതോടെ ചുറ്റുമുള്ള പ്രകൃതി കൂടുതൽ മനോഹരമായി. മഴയുടെ ശബ്ദം കേൾക്കാൻ നല്ല രസമായിരുന്നു. മഴ കഴിഞ്ഞപ്പോൾ മണ്ണിൻ്റെ നല്ല മണം പരന്നു. ആ മഴ അനുഭവം എനിക്ക് വളരെ സന്തോഷം നൽകി. കാട്ടിലെ മഴ എന്ന പാഠഭാഗത്ത് മഴമേഘങ്ങൾ വരുന്നതിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം കുന്നിൻ മുകളിൽ കുറുമ്പു കാട്ടുന്ന ആനക്കൂട്ടത്തോട്. അടുത്ത ചോദ്യം, കാറ്റിൽ മഴയിരമ്പം കേട്ടപ്പോൾ അത് എന്താണെന്നാണ് ലേഖകൻ കരുതിയത്? ഉത്തരം കരിയിലകളുടെ കലപില. അനുഭവക്കുറിപ്പ്. വളർത്തുമൃഗങ്ങളോ വളർത്തു പക്ഷികളോ പ്രിയപ്പെട്ട ചെടികളോ നിങ്ങൾക്കുണ്ടാകും. അവയോടൊപ്പമുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതുക. എൻ്റെ പ്രിയപ്പെട്ട തത്ത. അനുഭവക്കുറിപ്പ്. എൻ്റെ വീട്ടിലൊരു ചെറിയ തത്തയുണ്ട്. അതിനെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ പേര് മിട്ടു എന്നാണ്. പച്ച നിറത്തിലുള്ള മിട്ടുവിനെ കാണാൻ വളരെ ഭംഗിയാണ്. ഞാൻ രാവിലെ അതിന് തീറ്റയും വെള്ളവും കൊടുക്കും. ഞാൻ അടുത്തു ചെല്ലുമ്പോൾ മിട്ടു സന്തോഷത്തോടെ ശബ്ദമുണ്ടാക്കും. ചില വാക്കുകൾ പറയാനും അത് പഠിച്ചിട്ടുണ്ട്. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ മിട്ടുവിനോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുന്നത് എനിക്ക് വളരെ സന്തോഷം നൽകുന്നു. മിട്ടു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അടുത്തത് ഒരു ഡയറി കുറിപ്പാണ്. 2 കുട്ടികളും പിറ്റേന്ന് പ്രഭാതത്തിലാണ് എത്തിയത്. മരിച്ചു കിടക്കുന്ന കിളിയെ നോക്കി അവർ വിലപിച്ചു. ഒരു ശവക്കുഴി ഉണ്ടാക്കി അത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വെച്ച് ശവസംസ്കാരം നടത്തി. ഡെയ്സി ചെടി. ദുഃഖിതരായ കുട്ടികളിൽ ഒരാൾ അന്നേ ദിവസം എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ആ വിഷയങ്ങൾ വെച്ചിട്ടുള്ള ഡയറി കുറിപ്പാണ് എഴുതേണ്ടത്. ഡയറി എഴുതുമ്പോൾ ആദ്യം തീയതി എഴുതണം. എന്നിട്ട് ഏറെ സങ്കടമുള്ള ദിവസമായിരുന്നു ഇന്ന്. ഒരു വാനമ്പാടിയെ വളർത്താൻ കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു ഇന്നലെ. പുതിയ കൂട് വാങ്ങി വാനമ്പാടിയെ അതിലിട്ടു. പക്ഷേ അത് പാടുവാൻ കൂട്ടാക്കിയില്ല. പക്ഷിയുടെ സങ്കടം മാറ്റാൻ അതിനിഷ്ടപ്പെട്ട പൂവിനെ കൂടി കിളിക്കൂട്ടിലെത്തിച്ചു. മണ്ണോടുകൂടി പറിച്ചെടുക്കുമ്പോൾ പൂവിനും സന്തോഷമാകുമെന്ന് കരുതി. ഒരു യാത്ര പോയിട്ട് ഇന്ന് രാവിലെ എത്തിയപ്പോൾ കൂട്ടിൽ കിളി മരിച്ചു കിടക്കുന്നു. ഏറെ മോഹിച്ച് വളർത്താനാണ് പിടിച്ചത്. പക്ഷേ അതിന് തീറ്റയും വെള്ളവും കൊടുക്കാൻ മറന്നുപോയി. വലിയൊരു തെറ്റായിപ്പോയി ചെയ്തത്. ഇനി ഒരിക്കലും പക്ഷികളെ കൂട്ടിലടക്കില്ല. പൂന്തോട്ടത്തിലെത്തുന്ന കിളികൾക്ക് ഇനി മുതൽ എന്നും വെള്ളവും തീറ്റയും കൊടുക്കും. അടുത്ത ചോദ്യം, തോട്ടത്തിലെ മറ്റു പൂക്കൾ ഡെയ്സി ചെടിയോട് എങ്ങനെയാണ് പെരുമാറിയത്? ഉത്തരം അഹന്തയോടെ തല ഉയർത്തി നിൽക്കുകയും ഡെയ്സിയെ ആരും ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം, വാനമ്പാടി ഡെയ്സിക്ക് ഉമ്മ കൊടുത്തു പാട്ടുപാടിയപ്പോൾ മറ്റു പൂക്കൾക്ക് എന്ത് വികാരമാണ് ഉണ്ടായത്? ഉത്തരം അവർ കോപം കൊണ്ട് ചുവക്കുകയും അസൂയ കൊണ്ട് മുഖം തിരിക്കുകയും ചെയ്തു. അടുത്തത് വിശകലന കുറിപ്പ് തയ്യാറാക്കുക. ബാപ്പ എന്നെക്കൊണ്ട് നീർനാഗത്തെ എടുപ്പിച്ച് തോട്ടിൻ്റെ അടുത്ത് ചെന്നു. ഞാൻ ആ കുരുക്ക് ഊരി അതിനെ മോചിപ്പിച്ചു. നീർനാഗം. ഈ പ്രവൃത്തിയിൽ തെളിയുന്നത് എന്ത്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്നും മനുഷ്യൻ്റെ സ്വാർത്ഥതയ്ക്കോ വിനോദത്തിനോ വേണ്ടി ആരെയും ഒന്നിനെയും ദ്രോഹിക്കാൻ പാടില്ലെന്നുമുള്ള സന്ദേശം ഈ പ്രവൃത്തിയിൽ ഉണ്ട്. കുടുക്കിൽപ്പെട്ട നീർനാഗത്തെ തോടിൻ്റെ അടുത്തു കൊണ്ടുപോയി മോചിപ്പിക്കുന്നതിലൂടെ ഓരോ ജീവിക്കും അതിൻ്റെ സ്വാഭാവികമായ വാസസ്ഥലത്ത് ജീവിക്കാൻ അവകാശമുണ്ടെന്ന് ബാപ്പ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ബഷീറിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത വിധം പ്രകൃതിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ അനുഭവം പ്രേരണയായിട്ടുണ്ടാകാം. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധത്തെയും സഹജീവികളോട് കാണിക്കേണ്ട കാരുണ്യത്തെയും ഈ പ്രവൃത്തി ഓർമ്മിപ്പിക്കുന്നു.
അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മക്കൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.